ടോപ്പ് കറന്റ് അഫയേഴ്സ് 10 മിനിറ്റ്സിൽ ഡോട്ട്സ് അക്കാഡമിയുടെ സീരീസ് തുടരുന്നു. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് കൺട്രി ഹാസ് ലോഞ്ച്ഡ് ഡിജിറ്റൽ നൊമാഡ് സ്ട്രാറ്റജി ഫോർ ഫോറിൻ വർക്കേഴ്സ്? സോ ഫോറിൻ വർക്കേഴ്സിന് ഏതോ ഒരു രാജ്യം ഇങ്ങനൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. ഡിജിറ്റൽ നൊമാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരദേശികളാണ്. സോ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നൊമാഡ് ആവാനുള്ളത്. അതെന്താണ് നോക്കാം. ഏതാണ് ആ രാജ്യം? കാനഡയാണ്. ഓക്കെ, കാനഡ ഹാസ് അനൗൺസ്ഡ് എ ഡിജിറ്റൽ നൊമാഡ് സ്ട്രാറ്റജി ദാറ്റ് വിൽ അലൗ ഫോറിനേഴ്സ് ടു വർക്ക് ഇൻ ദ കൺട്രി ഫോർ അപ് ടു 6 months. 6 മാസം വരെ കാനഡയിൽ വർക്ക് ചെയ്യാൻ പറ്റും വിത്ത് ദ പോസിബിലിറ്റി ഓഫ് എക്സ്റ്റെൻഡിങ് ദിയർ സ്റ്റേ ഇഫ് ദ ഫൈൻഡ് ജോബ് ഓഫർ. സോ ജോബ് ഓഫർ കിട്ടുവാണെങ്കിൽ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് സപ്പോസ്ഡ്ലി ടു അഡ്രസ് കാനഡാസ് സ്കിൽ ഷോർട്ടേജസ്. സോ കാനഡയുടെ സ്കിൽ ഷോർട്ടേജ് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ട്രാറ്റജി ഫോറിനേഴ്സിന് കൊടുക്കുന്നത്. 6 മാസം വരെ ജോലി ചെയ്യാം, പിന്നെ അവിടെ ഒരു ജോബ് ഓഫർ കിട്ടുവാണെങ്കിൽ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദി എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ഓഫ് വേൾഡ് ഇക്കണോമിക് ഫോറം? സോ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെയാണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 63ാമത്തെ റാങ്കാണ് ഔട്ട് ഓഫ് 120 കൺട്രീസ് ഇൻ ദി 2024 ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്. ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്മെൻറ്റ്. കാരണം 2023 നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് 67th പൊസിഷൻ ആയിരുന്നു. സോ 67th പൊസിഷനിൽ നിന്നും 63rd പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് എനർജി ട്രാൻസിഷനിൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The Hemis festival that offers a mesmerizing experience of Tibetan Tantric Buddhism was filled in. The Hemis എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഹെമിസ് എവിടെയുള്ളതാണ്? ഹെമിസ് നാഷണൽ പാർക്ക് എവിടെയാണ് വരുന്നത്? ലേഹിലാണ് വരുന്നത്. സോ ഹെമിസ് ഫെസ്റ്റിവലും എവിടെ വരാനാണ് സാധ്യത? ലേഹിലാണ് വരുന്നത്. സോ അതിൻ്റെ ഹെമിസ് ഫെസ്റ്റിവൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? മെസ്മറൈസിങ് എക്സ്പീരിയൻസ് ഓഫ് ടിബറ്റൻ താന്ത്രിക് ബുദ്ധിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് മാർക്സ് ദി ബർത്ത് ആനിവേഴ്സറി ഓഫ് സ്പിരിച്വൽ ലീഡർ പത്മസാംഭവ, ദ ഫൗണ്ടർ ഓഫ് ടിബറ്റ് താന്ത്രിക് ബുദ്ധിസം. സോ ടിബറ്റ് താന്ത്രിക് ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടറായ പത്മസാംഭവയുടെ ബർത്ത് ആനിവേഴ്സറിയാണ് ഈ ഹെമിസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ദ ഫെസ്റ്റിവൽ ഇസ് സെറ്റപ്പ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദി ഹെമിസ് ഗോംപ. ഹെമിസ് ഗോംപയുടെ കോർട്ട്യാർഡിലാണ് ഈ പറയുന്ന ഫെസ്റ്റിവൽ നടക്കുന്നത്, ഹെമിസ് ഫെസ്റ്റിവൽ. സോ ഹെമിസ് ഇസ് റിലേറ്റഡ് ടു ഏത് പ്ലേസാണ്? ലേഹുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹെമിസ്. അക്കൂട്ടത്തിൽ തന്നെ ഹെമിസ് നാഷണൽ പാർക്കും കൂടി ഓർക്കുക. ആൻഡ് അബോർഡ് ഓഫ് ദി സ്നോ ലെപ്പേർഡ് ദാറ്റ് ഈസ് ഓൾസോ ലൊക്കേറ്റഡ് ഇൻ ലേഹ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The Global Forest Watch reveals that the tropical areas experienced a significant decline in forest cover in 2022. 2022 ട്രോപ്പിക്കൽ ഏരിയാസിൽ ഡിക്ലൈൻ ഉണ്ടായി എന്നാണ് ഈ ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച് പറയുന്നത്. സോ ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ആരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്നാണ് ചോദ്യം. വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് Global Forest Watch. So it is an online platform that provides data on forests, and it is a project of the World Resources Institute, a global non-profit. So a global non-profit ആയ World Resources Institute-ൻ്റെ ഡേറ്റയാണ് ഈ പറയുന്ന ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ച്. അതനുസരിച്ച് നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയാസിലെ ഫോറസ്റ്റ് കുറഞ്ഞു വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which is the next question. As per the World Drug Report 2024, over 292 million people worldwide used drugs in 2022, a 2% increase over the past decade. So the report was published by. So past decade 2% increase, പാസ്റ്റ് ഡെക്കേഡിൽ നിന്നും 2% ഇൻക്രീസ് ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് വേൾഡ് ഡ്രഗ് റിപ്പോർട്ട്. നമ്മുടെ ചോദ്യം എന്താണ്? വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് പബ്ലിഷ് ചെയ്യുന്നത് UN-ൻ്റെ ഒരു ഓഫീസാണ്. ഏതാണത്? UN-ൻ്റെ ഒരു ഏജൻസിയാണ്, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം. സോ UNODC ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. എന്താണ് റിപ്പോർട്ടിൻ്റെ പേര്? വേൾഡ് ഡ്രഗ് റിപ്പോർട്ട്. അതനുസരിച്ച് 2% ഇൻക്രീസ് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ്. 26 June is observed as a World Drug Day. അതും കൂടി ഓർത്ത് വയ്ക്കുക. 26 ജൂൺ or the International Day Against Drug Abuse and Illicit Trafficking as an expression of its determination to achieve the goal of Drug-Free International Society. So Drug-Free International Society എന്നുള്ള ഉദ്ദേശത്തോടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ദിനമാണ്
വേൾഡ് ഡ്രഗ് ഡേ അതെപ്പോഴാണ് വരുന്നത്? 26th ജൂണിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the rank of India in the Global Competitiveness Index 2024 released by the Institute for Management Development? So, Institute for Management Development ആണ് റിലീസ് ചെയ്യുന്നത് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. അതനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ റാങ്ക് 39ആണ്. ഇന്ത്യ ഇംപ്രൂവ് ഇറ്റ്സ് റാങ്ക് ഫ്രം 40th പൊസിഷൻ ഇൻ 2023. 2023 40ാം സ്ഥാനമായിരുന്നെങ്കിൽ ഇപ്പം നമുക്കത് 39ാമത്തെ സ്ഥാനമാണ്. It is a comprehensive report that assesses countries on how well they manage their competencies to create long-term value. So, competencies എത്രത്തോളം മാനേജ് ചെയ്യുന്നു ലോങ് ടേം വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഇത് അളക്കുന്നത്. അപ്പോൾ അതാണ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. സോ വി ഹാവ് ഗോട്ട് എ ഗ്രാഫ് ഹിയർ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അങ്ങനെ സ്റ്റേബിളായിട്ടല്ല നമ്മുടെ ഒരു റാങ്ക് വരുന്നത്. 2020-ലെയും 2021-ലെയും 2022-ലെയും എല്ലാം റാങ്ക്സ് കാണാം. സോ 2024 39ാമത്തെ റാങ്കാണ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാൽ. നെയിം ദി ആൻഡ്രോയിഡ് ബേസ്ഡ് മൊബൈൽ ആപ്പ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി ടാർഗറ്റിംഗ് ഓർണമെൻ്റൽ ഫിഷ് ഇൻഡസ്ട്രി. സോ ഓർണമെൻ്റൽ ഫിഷ് ഇൻഡസ്ട്രിയെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ആൻഡ്രോയിഡ് ബേസ്ഡ് മൊബൈൽ ആപ്പ് മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുണ്ട്. ആ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണെന്നുള്ളത്. മൊബൈൽ ആപ്പിൽ തന്നെ മീനിൻ്റെ പേരുണ്ട്. സോ എന്താണ് മൊബൈൽ ആപ്പിൻ്റെ പേര്? രംഗീൻ മച്ച്ലി ആപ്പാണ് അല്ലേ, കളർഫുൾ ഫിഷ്. രംഗീൻ മച്ച്ലി ആപ്പ് ഡെവലപ്ഡ് ബൈ ICAR. ICAR എന്താണ്? ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ വിത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ട് അണ്ടർ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന. അപ്പം രണ്ട് പേര്, ഒന്ന് ICARൻ്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചറും ആൻഡ് ഗോട്ട് സപ്പോർട്ട് ഫ്രം ദി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന. ആൻഡ് ഈ ആപ്പ് എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഹോബീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈവൻ പ്രൊഫഷണൽസിനെ. ഓർണമെൻ്റൽ ഫിഷ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണുന്ന ഫാമേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഹോബിയായിട്ട് വെക്കുന്നവരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് രംഗീൻ മച്ച്ലി ആപ്പ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Who has authored the book titled Colors of Devotion? Colors of Devotion എന്ന് പറയുന്ന ബുക്ക് ഓഥർ ചെയ്തിരിക്കുന്നത് അനിത ഭാരത് ഷാ. And this book aims at understanding the underlying connection of Indian philosophical concepts of പുഷ്തി മാർഗ്. സോ പുഷ്തി മാർഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. ഈ പുഷ്തി മാർഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഹാസ് ബീൻ ലെയ്ഡ് ഡൗൺ ബൈ ദ സെയിൻറ്റ് ആൻഡ് ദ ഫൗണ്ടർ ശ്രീ വല്ലഭാചാര്യ. സോ വല്ലഭാചാര്യ ഫൗണ്ട് ചെയ്തതാണ് ഈ പുഷ്തി മാർഗ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു അണ്ടർലൈൻ കണക്ഷനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുമാണ് ഈ പറയുന്ന ബുക്ക് കളേഴ്സ് ഓഫ് ഡിവോഷൻ. ആരാണ് ഓഥർ ചെയ്തിരിക്കുന്നത്? അനിത ഭാരത് ഷായാണ് ബുക്ക് ഓഥർ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കൺട്രി പ്രൊഡ്യൂസസ് 92% ഓഫ് വേൾഡ്സ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലോജിക് ചിപ്സ് ആൻഡ് 70% ഓഫ് സ്മാർട്ട് ഫോൺ ചിപ്സെറ്റ്സ് അമംഗ് അതർ ക്രിട്ടിക്കൽ കോമ്പണൻസ്? സോ വേൾഡിലെ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലോജിക് ചിപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 92% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് രാജ്യമാണ്? അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺ ചിപ്സെറ്റ്സിൻ്റെ ഏകദേശം 70% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് രാജ്യമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ രാജ്യം? ദാറ്റ് ഈസ് തൈവാൻ. തൈവാൻ്റെ മറ്റൊരു പേരാണ് ദ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്നത്. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ദി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. അത് വേറെ ചൈന. ദിസ് ഈസ് റിപ്പബ്ലിക് ഓഫ് ചൈന. തൈവാൻ അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ്സ് എ കൺട്രി ഇൻ ഈസ്റ്റ് ഏഷ്യ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീയുടെയും അതേപോലെ ഈസ്റ്റ് ചൈന സീയുടെയും ജംഗ്ഷനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. തൈവാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് ഒന്ന് നോക്കിയാലോ. തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി ലിമിറ്റഡ് TSMC. അതാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഡെഡിക്കേറ്റഡ് സെമി കണ്ടക്ടർ കമ്പനി. അതേപോലെ തന്നെ ഫോക്സ്കോണും. ഇത് രണ്ടും എന്താണ്? തൈവാനീസ് കമ്പനീസാണ്. ഓക്കെ, സോ തൈവാനാണ് വേൾഡിലെ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലോജിക് ചിപ്സും അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺ ചിപ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Coming to the last question, what is the theme of the World Hepatitis Day 2024? So World Hepatitis Day എന്നാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതെന്നാണ്? 28th July ആണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. അതിൻ്റെ തീം എന്താ വരുന്നത്? ഇറ്റ് ഈസ് ടൈം ഫോർ ആക്ഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ടൈം ഫോർ ആക്ഷൻ ആണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം. 20th July എന്തുകൊണ്ടാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് വാസ് ചോസൺ ബിക്കോസ് ഇറ്റ് ഈസ് എ ബർത്ത് ഡേ ഓഫ് ദി നോബൽ പ്രൈസ് വിന്നിംഗ് സയൻറ്റിസ്റ്റ് ഡോക്ടർ
ബറൂച്ച് ബ്ലൂംബർഗ്. സോ ബറൂച്ച് ബ്ലൂംബർഗിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് 28 ജൂലൈ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. ഈ ബറൂച്ച് ബ്ലൂംബർഗ് എന്ന് പറയുന്നത് ഹീ ഡിസ്കവേർഡ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. He was the one who discovered hepatitis B virus HBV and developed a diagnostic test and vaccine for the virus. സോ വൈറസിന് ഒരു ടെസ്റ്റും അതേപോലെ തന്നെ വാക്സിനും അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ദാറ്റ്സ് എൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ദാറ്റ് കോസസ് സിവിയർ ലിവർ ഡിസീസ് ആൻഡ് ക്യാൻസർ. സോ വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ പ്രോബ്ലം ഇതാണ്, ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ ആണ്, സിവിയർ ലിവർ ഡിസീസസ് ഉണ്ടാക്കും, അതേപോലെ തന്നെ ക്യാൻസർ. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകൂ. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്